പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിശ്ചല നാമത്തിൽ എല്ലാവരെയും ഷാലേം ഇന്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വചന ശുശ്രൂഷയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ എറണാകുളം കാക്കനാട് ഉള്ള വ്യാപാര ഭവൻ്റെ ഓഡിറ്റോറിയത്തിൽ ആരാധന നടത്തി വരുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങളോട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ ടീം അതിനായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മറ്റ് സഭകളിൽ പോകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരാധനയിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം അതിൻ്റെ 17, 18, 19 വാക്യങ്ങൾ വായിക്കുന്നു. പിന്നെ മഹാപുരോഹിതന്മാരും സാധുക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. അപ്പോസ്തലന്മാർ ചെയ്ത അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, മുടന്തനെ സൗഖ്യമാക്കിയതും അവൻ കണ്ടിട്ട് അസൂയ നിറഞ്ഞ മഹാപുരോഹിതന്മാരും സാധുക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അവരെ അസൂയ നിറഞ്ഞ് ഇവരെ പിടിച്ച് പൊതു തടവിലാക്കി, കാരാഗ്രഹത്തിലിട്ടു. അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ സ്തോത്രം, കാരാഗ്രഹം സൂക്ഷ്മത്തോടെ പൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ വാതിക്കൽ നിൽക്കുന്നതും കണ്ടു. അപ്പോൾ ഇവരെ അകത്തിട്ട് പൂട്ടി. അസൂയ ഉണ്ടായി. ഇവരുടെ ശുശ്രൂഷയെ ഒതുക്കിക്കളയുവാൻ, യേശു ക്രിസ്തുവിന്റെ നാമം അവിടെ ഉയരാതിരിക്കുവാൻ, അതിൽ കൂടുതൽ വിടുതൽ നടക്കാതിരിക്കുവാൻ കാരാഗ്രഹത്തിലിട്ട് പൂട്ടി സൂക്ഷ്മത്തോടെ കാവൽക്കാരെ ആക്കി. എന്നാൽ ദൈവമക്കളോടൊരു ദൂത് ഞാൻ പറയാം. മനുഷ്യൻ എത്ര അസൂയ പൂണ്ട് നിന്നെ ഒതുക്കാൻ നോക്കിയാലും ദൈവത്തിൽ ആശ്രയിക്കുന്ന നിന്നെ ദൈവപ്രവർത്തിക്ക് മുമ്പിൽ ഒരു ശത്രുവിന്റെ പൂട്ടും സ്തോത്രം നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ഒരു ശത്രുവിന്റെ തന്ത്രത്തിനും നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. സ്തോത്രം, ഇവർ കാരാഗ്രഹത്തിലിട്ട് പൂട്ടി സൂക്ഷ്മത്തോടെ അവരെ കാവൽക്കാരെ ആക്കി സൂക്ഷിച്ചു വരുമ്പോൾ അവർക്ക് തടുക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ ദൂതൻ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. ആമേൻ. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ സ്തോത്രം അസൂയ നിറഞ്ഞ ഒരു വ്യക്തികളുടെ നടുവിൽ നിന്റെ സ്തോത്ര നന്മകൾ കണ്ട്, നിന്റെ സ്തോത്രം തലമുറകളുടെ ഉയർച്ചകൾ കണ്ട്, ദൈവം നിനക്ക് തന്നിരിക്കുന്ന ആരോഗ്യവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതവും നല്ല ബിസിനസ്സുകളും കണ്ട് അസൂയപ്പെട്ട് നിന്നെ തകർക്കുവാൻ ഒരുപറ്റം ആൾക്കാർ വട്ടം കൂട്ടി അവരേതൊക്കെ സ്തോത്രം അല്ലേലിയ പ്രവർത്തികൾ ചെയ്ത് നിന്നെ ഒതുക്കാൻ നോക്കിയാലും ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. നിന്നെ അനുഗ്രഹിച്ച ദൈവം, നിനക്ക് വേണ്ടി സ്തോത്രം പ്രവർത്തിക്കുന്ന കർത്താവ്, നീ ഒരിക്കലും അവരുടെ തന്ത്രങ്ങൾക്കകത്ത് ഒതുങ്ങി ഇല്ലാതാകുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല. സ്വർഗത്തിൽ നിന്ന് തന്റെ ദൂതനെ നിനക്ക് വേണ്ടി ഇറക്കി അവർ കെട്ടിയ കെട്ടുകൾ അഴിച്ച് നിന്നെ സ്വാതന്ത്ര്യപ്പെടുത്തി വീണ്ടും നീ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ ഇടവരുത്തുമെന്ന് പരിശുദ്ധ ആത്മാവിൽ ഈ വചനം നിങ്ങളോട് ഞാൻ കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. ഇന്ന് എത്ര പേര് ഈ വചനത്തിന് മുമ്പിൽ വിശ്വസിക്കുന്നുണ്ട്? നിനക്ക് വേണ്ടി ഏത് പൂട്ടുകളും തുറക്കുന്ന, ശത്രു കെട്ടിയ ഏത് കുരുക്കുകളെയും അഴിക്കുന്ന ദൈവ സാന്നിധ്യം ഈ വചന ശുശ്രൂഷ നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. അവര് കെട്ടിയത്, അവര് പൂട്ടിയത് എത്ര വലിയ പൂട്ടുകൊണ്ടാണെങ്കിലും അത് തുറക്കുവാൻ എന്റെ കർത്താവിന്റെ ഒരു വാക്കുമതി. വിശ്വസിക്കുന്നവർക്കായി ഞാൻ
ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ പത്രോസിനെ അവിടെ തടവിലാക്കുന്നു. യാക്കോബിനെ കൊന്നത് അവർക്ക് സന്തോഷമായി. ആമേൻ എന്ന് കണ്ട് പത്രോസിനെയും ആമേൻ സ്തോത്രമല്ലേലൂയ കൊല്ലുവാൻ ആമേൻ ഹെരോദാവ് പദ്ധതിയിട്ട് തടവിലാക്കി. ആമേൻ. ഇനി ഒരിക്കലും ആമേൻ സ്തോത്രം മറ്റ് അപ്പോസ്തലന്മാർ രക്ഷപ്പെട്ടതുപോലെ പത്രോസ് തടവിൽ നിന്ന് പോകരുതെന്ന് കണ്ട് 4 ചേവകരുള്ള 4 കൂട്ടം 16 പേരെ അകത്തും പുറത്തോ ആമേൻ കാവലാക്കി. 1-ാം കാവലും 2-ാം കാവലുമൊക്കെ കഴിഞ്ഞ് അകത്തെ മുറിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുമ്പോൾ വാഗ്ദത്തമുള്ളവനെ ഏത് സ്തോത്രം തടവറയ്ക്കകത്തും ഒതുക്കുവാൻ പിശാചേ നിനക്ക് കഴിയത്തില്ല. ആമേൻ സ്തോത്രം. കാവൽക്കാർ കാത്തുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൂത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ പത്രോസ് കിടന്ന ഇടത്തിറങ്ങി അവന്റെ വിലാപ്പുറം തട്ടി അവന്റെ കയ്യിൽ നിന്ന് ചങ്ങലകൾ വീണ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവനോട് പറഞ്ഞു ചെരിപ്പിട്ട് മുറിക്കുക. ആമേൻ സ്തോത്രം എന്റെ പുറകെ വരിക. ഒരു സ്വപ്നം കാണുന്നത് പോലെ ആമേൻ പത്രോസ് ദൂതന്റെ പുറകെ പോയി. ആമേൻ സ്തോത്രം ഹല്ലേലൂയ 1-ാം വാതിലും 2-ാം വാതിലും കടന്നു. നഗരത്തിലേക്കുള്ള ഇരുമ്പ് വാതിലുകൾ അവന്റെ മുമ്പിൽ സ്വതവേ തുറന്ന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ശത്രുപാളയത്തിൽ നിന്ന് പത്രോസിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഈ വചന ശുശ്രൂഷ നീ ഏതു സമയത്തോ എവിടെ ഇരുന്നോ കേൾക്കുന്നുവോ, നീയോ നിന്റെ ബന്ധു സ്തോത്രമല്ലെങ്കിൽ നിനക്കുള്ളവരോ ആരുമായിക്കൊള്ളട്ടെ, ഇങ്ങനെ ശത്രു തടവിലാക്കി വെച്ചിരിക്കുന്ന ഏതെങ്കിലും വിഷയത്തിന് നടുവിൽ നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ, ഇന്ന് ഈ വചനം നീ കേൾക്കുമ്പോൾ അതിനകത്ത് നീ അത്ഭുതം കാണാൻ പോകുക, അതിനകത്ത് നീ വിടുതൽ കാണാൻ പോകുക. ആമേൻ. നിനക്ക് വേണ്ടി കാരാഗൃഹത്തിൽ ഇറങ്ങുന്ന ദൂത്, നിനക്ക് വേണ്ടി ആമേൻ രാജസിംഹാസനങ്ങളെ വിറപ്പിക്കുന്ന കർത്താവ്, നിനക്ക് വേണ്ടി അധികാരികളോട് ഇടപെടുന്ന കർത്താവ് ഇന്ന് പകലിൽ തന്നെ ദൂതനെ നിന്റെ വിഷയത്തിന്റെ നടുവിൽ അയച്ച് നിനക്ക് വിടുതൽ തരാൻ പോകുകയാണ്. ആമേൻ. സോദര ദർശനമുള്ള പ്രാർത്ഥിക്കുന്ന ആമേൻ സോദര ആമേൻ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്ന ആമേൻ സോദരം ദാനിയേലിനെ അസൂയ പൂണ്ട് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ സിംഹത്തിന്റെ ഗുഹയിൽ അവർ എറിഞ്ഞു. അവർ വിചാരിച്ചു ഇനിയും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദാനിയേൽ ഒരിക്കലും ജീവനോട് പുറത്തു വരികയില്ല. ആമേൻ സ്തോത്രം. 6:17 നമ്മൾ വായിക്കുന്നു, സിംഹക്കുഴിയിൽ ഇട്ടത് മാത്രമല്ല അവർ ഒരു കല്ല് കൊണ്ടുവന്ന് ഗുഹയുടെ വാതിൽ അടച്ചു. ആമേൻ സ്തോത്രം. ദാനിയേലിനെ കുറിച്ചുള്ള നിർണയത്തിന് മാറ്റം വരാതിരിക്കേണ്ടതിന് രാജാവ് തന്റെ മോതിരം കൊണ്ട്, മഹത്വക്കളുടെ മോതിരം കൊണ്ട് അതിനെ മുദ്രയിട്ടു. ഹല്ലേലൂയ. ദൈവമക്കളെ ആമേൻ ഗുഹയിൽ ഇട്ടത് മാത്രമല്ല, ആമേൻ രക്ഷപ്പെടാതിരിക്കാൻ ഒരു കല്ലും ഉരുട്ടി വെച്ചു. ഇതാ ശത്രുവിന്റെ തന്ത്ര. ആമേൻ സ്തോത്രം. ശത്രു നിന്റെ മുൻപും പിൻപും അടച്ച് ആമേൻ സ്തോത്രം നിന്നെ തകർക്കാൻ നോക്കുമ്പോ ഏത് രാജാവിന്റെ ഉത്തരവാണെങ്കിലും രാജാവായ കർത്താവ് നിന്നെ വിടുവിപ്പാൻ നിന്നോട് കൂടെയുണ്ട്. അവൻ സിംഹങ്ങളുടെ വായ അടയ്ക്കോ, അവൻ സിംഹങ്ങളുടെ വായ അടയ്ക്കോ. നിനക്കെതിരെ രേഖയുണ്ടാക്കി, നിനക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞ് നിന്നെ ഏത് കുടുക്കിൽ അകപ്പെടുത്തിയോ അവരുടെ മേൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആ ന്യായവിധി സ്വർഗത്തിലെ ദൈവം അയച്ച് നിന്നെയും നിന്റെ കുടുംബത്തെയും രക്ഷിക്കുന്നവനാണ് കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി വിശ്വസിക്കുക, ദൈവപ്രവർത്തിക്ക് മുമ്പിൽ ഒരു ശത്രുവിന്റെ തന്ത്രവും വിജയിക്കത്തില്ല. ഒന്നും കൂടെ ആവർത്തിച്ച് പറയാം, ദൈവപ്രവർത്തികളുടെ മുമ്പിൽ ശത്രുവിന്റെ ഒരു തന്ത്രവും ഫലിക്കത്തില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. എന്റെ സഹോദരം, യഹൂദ വംശത്തെ മൊത്തം കൊന്നുമടിക്കുവാൻ ഹാമാൻ ആമേൻ സോദരം അഹശ്വേരോശിനെ കൊടുത്തത് ആമേൻ 10,000 താലന്ത് വെള്ളിയാ. ആമേൻ. അത് ചരിത്രം ഇങ്ങനെ പറയുന്നു, അത് പേർഷ്യൻ രാജ്യത്തിലെ ഒരു വർഷത്തെ മൊത്തം റവന്യൂ 17,000 താലന്ത് വെള്ളി മാത്രമുള്ളപ്പോൾ 10,000 താലന്ത് വെള്ളി കൊടുത്ത് യഹൂദന്മാരെ മൊത്തമായി ഇല്ലാതാക്കുവാൻ ആമേൻ സോദരം ഹാമാൻ പദ്ധതി ഒരുക്കി. ദൈവമക്കളെ, നിനക്കെതിരെ
ഏതൊക്കെ കോഴ കൊടുത്താലും, ഏതൊക്കെ കള്ളസാക്ഷ്യങ്ങൾ നിർത്തിയാലും, എത്ര വലിയ ഗൂഢതന്ത്രങ്ങൾ നിനക്കെതിരെ മെനഞ്ഞാലും, ആമേൻ, പ്രാർത്ഥിക്കുന്ന ആമേൻ, ആരാധിക്കുന്ന ദൈവമൈതലേ, നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലിക്കത്തില്ല. അവന്റെ തന്ത്രങ്ങൾ ഒരു സ്വന്തം ദൈവമൈതലിനെ തകർക്കാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് ആമേൻ പറയാ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഡൊമിനീഷനെ, നീ ഏത് പത്മോസിന്റെ മുമ്പിൽ ആമേൻ സ്തോത്രം പത്മോസിൽ കൊണ്ടുവന്ന് ദൈവത്തിന്റെ അഭിഷക്തനെ വലിച്ചെറിഞ്ഞാലും, ആമേൻ സ്തോത്രം, മനുഷ്യൻ അവിടെ ചെല്ലാൻ കഴിയത്തില്ലെങ്കിലും ഉയരത്തിൽ നിറങ്ങി വരുന്ന ദൈവമുണ്ട്. ആമേൻ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവുണ്ട്. ആകയാൽ ദൈവമക്കളെ, ഭാരപ്പെടണ്ട. ആമേൻ സ്തോത്രം, ദൈവ പ്രവർത്തിക്ക് മുമ്പിൽ ഒരു മനുഷ്യന്റെ തന്ത്രങ്ങളും അവന്റെ കുതന്ത്രങ്ങളും വിലപ്പോകത്തില്ല. നീ ഭാരപ്പെടണ്ട, നീ ഭയപ്പെടണ്ട. നീ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ ഓർത്തുകൊള്ളുക. അവൻ നിന്നെ കരുതുവാൻ, നിന്നെ പുലർത്തുവാൻ, ഇന്ന് നീ അകപ്പെട്ടിരിക്കുന്ന ആ പ്രതിസന്ധിയിൽ നിന്ന്, ശത്രുവിന്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്ന് അവൻ നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിന്റെ തലയിൽ ആമേൻ കിരീടം വെച്ച് ദൈവം മാനിക്കുന്ന മനുഷ്യനെ ഇങ്ങനെ ആദരിക്കുമെന്ന് പറയത്തക്ക വേണം. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ് നിന്നോട് കൂടെയുണ്ട്. ഗോഡ് ബ്ലസ് യു ഓൾ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ കർത്താവേ, നിന്റെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ വചന ഒരു വിടുതലായി നിന്റെ ജനത്തിന്മേൽ പരിണമിക്കട്ടെ. അത്ഭുതങ്ങൾ അവർ കാണട്ടെ. അവരകപ്പെട്ടിരിക്കുന്ന കുഴികളിൽ നിന്ന് ഇന്ന് ഈ വചന വായിച്ചു ദൈവരെ വിടുവിച്ചിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ.